മന്ത്രി കെ ബി ഗണേഷ് കുമാർ ബസ് തടഞ്ഞ ജീവനക്കാരെ ശാസിച്ച സംഭവത്തിലെ ഡ്രൈവറുടെ ഹർജിയിൽ ഹൈക്കോടതിയുടെ ഇടപെടലാണ് വരുന്നത്. ഡ്രൈവർ ജെയ്മോൻ ജോസഫിന്റെ സ്ഥലം മാറ്റത്തിൽ KSRTCയോട് ഹൈക്കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. മന്ത്രിയുടെ പരിശോധനയ്ക്ക് പിന്നാലെ ജെയ്മോനെ പൊൻകുത്ത് നിന്നും തൃശൂർ പുതുക്കാട്ടേക്ക് സ്ഥലം മാറ്റിയിരുന്നു. ഇന്ന് തന്നെ എതിർ സത്യവാങ്മൂലം നൽകുമെന്ന് KSRTC അറിയിച്ചു. ഈ സംഭവത്തിൽ എന്തായാലും നമുക്കൊരു വിലയിരുത്തൽ ആവശ്യമാണ്. കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഓരോ ഡെവലപ്മെന്റും ഈ മോട്ടോർ വാഹന വകുപ്പിന് മന്ത്രി വാഹനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് അടക്കമുള്ള വിവാദങ്ങളൊക്കെ തന്നെ മാതൃഭൂമി ന്യൂസാണ് റിപ്പോർട്ട് ചെയ്തത്. അത് മന്ത്രി പല പൊതുവേദികളിലും എടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. എന്നോടൊപ്പം AK സ്റ്റെഫിനും TS ഹരികൃഷ്ണനും ചേരുകയാണ്. സ്റ്റെഫിനെ, നമ്മൾ അന്ന് ഈ ആയൂരിലെ സംഭവവുമായി ബന്ധപ്പെട്ട് ദൃശ്യങ്ങൾ സഹിതമാണ് അന്ന് കൊടുത്ത ഏക മാധ്യമം നമ്മളാണ്. ആ സംഭവത്തിന് ശേഷം മന്ത്രിക്ക് അതിലൊരു ഈർഷ്യയും ഉണ്ടായിരുന്നു നമ്മോട്. നമ്മൾ അന്നേ പറഞ്ഞത് ശരിയല്ല, ഇക്കാര്യത്തിൽ അതിരുവിട്ടുള്ള ഒരു പരിപാടിയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. കാരണം ഒരു ഡ്രൈവറെ സംബന്ധിച്ചോളം അവനിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ പരിശോധിച്ചു കണ്ടത്. മാത്രമല്ല ഒരു സ്ഥലം മാറ്റത്തിൻ്റെ ഒരു അനിവാര്യത ഉണ്ടായിരുന്നതടക്കം നമ്മൾ ചോദിച്ചിരുന്നു. ഇപ്പോൾ കോടതിയും എനിക്ക് തോന്നുന്നു വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ കാണുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്റ്റെഫിൻ, തീർച്ചയായിട്ടും പ്രജീഷ്, അതായത് കെ ബി ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കുറച്ച് മാറ്റങ്ങൾ KSRTCയിൽ കൊണ്ടുവന്ന ഒരു മന്ത്രിയാണ്. KSRTCക്ക് ഒരു ഡ്രൈവിംഗ് സ്കൂൾ കൊണ്ടുവന്നു, ഇൻഷുറൻസ് സംവിധാനം ജീവനക്കാർക്ക് ഏർപ്പെടുത്തി. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു വെറും കുപ്പി കാരണം കോടതി നടപടികളിലേക്ക് പോയ ഒരു മന്ത്രി എന്നൊരു രീതിയിലേക്ക് അദ്ദേഹം ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കുപ്പി കാരണം ആ പ്രശ്നം നല്ല രീതിയിൽ പരിഹരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ മന്ത്രിയുടെ അതിര് കടന്ന അല്ലെങ്കിൽ ഒരു പ്രകടനം, ഷോ എന്നൊന്നും പറയുന്നില്ല, അദ്ദേഹം നമ്മളെ പല വേദികളിൽ ഇങ്ങനെ പറഞ്ഞതിന് ആക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുന്നില്ല എങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ ആ കോടതി നടപടികളിലേക്ക് ചെന്നിരിക്കുക. പക്ഷേ ഈ കോടതിയിൽ എത്തുമ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നിയമപരമായിട്ട് മാത്രമേ ഇനി ഏതായാലും മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഈ ഓർഡർ എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്നൊരു സർക്കുലറാണ്. അതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട് 72% ബസ്സുകളിലെ ബോട്ടിൽ ഹോൾഡർ ഘടിപ്പിച്ചിട്ടുള്ളൂ, 46% ബസ്സുകളിൽ ഇനി ഘടിപ്പിക്കാനുണ്ട് എന്നുള്ളൊരു ഓർഡറാണ്. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞു, എന്തൊക്കെ മാറ്റം അതിൻ്റെ അത് വന്നിട്ടുണ്ടെന്ന് അറിയില്ല. ഇനി ഏതായാലും കോടതിയിലേക്ക് നിൽക്കുമ്പോൾ ഈ ഡ്രൈവറുടെ അവിടെ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന വിഷ്വൽ ഇതാണ്, ആ ബസ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷ്വൽ. കാരണം അതിൽ അവർ വാദിക്കുന്നത് അതിൻ്റെ അകത്തൊരു ഈ കുപ്പി വയ്ക്കാനുള്ള സംവിധാനം ഇല്ല എന്നുള്ളതാണ് വാദിക്കുന്നത്. അതായത് ഈ പല ബസ്സുകളിലും എനിക്ക് തോന്നുന്നത് ഈ കുപ്പി വയ്ക്കാനുള്ള സംവിധാനമില്ല. മന്ത്രി പറയുന്നത് ഓക്കെയാണ്, അലക്ഷ്യമായിട്ട് ബസ്സുകളിൽ ഇങ്ങനെ കുപ്പി വലിച്ചെറിയാൻ പാടില്ല, അത് ശരിയല്ല, അത് പൊതുനിരത്തിലാണെങ്കിലും പ്ലാസ്റ്റിക് ആയാലും ഒക്കെ. പക്ഷെ അതിനുള്ള സംവിധാനങ്ങൾ വേണം. അതുപോലെ ഈ KSRTC ഇറക്കിയ ഒരു ഉത്തരവ് പ്രകാരം ഈ സൂപ്പർ ഡീലക്സ് ബസ്സുകളിൽ ഈ ഇത്തരത്തിൽ കുപ്പി ഇടാൻ പാടില്ല എന്നൊരു ഓർഡറാണ് ഇറക്കിയിരിക്കുന്നത്. നിയമവശം നോക്കിക്കഴിഞ്ഞാൽ ഇത് സൂപ്പർ ഫാസ്റ്റോ ബസ്സാണ്. അപ്പോഴത്തേന് ഉത്തരവ് ഈ സൂപ്പർ ഡീലക്സ് ബസ്സിൽ കുപ്പി ഇടരുതെന്ന് മാത്രമേ ഉള്ളൂ. കോടതിയുടെ മുമ്പിലേക്ക് വരുമ്പോൾ തെളിവുകളാണല്ലോ പ്രധാനം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓർഡറുകളാണല്ലോ. ഇനി അത്തരത്തിൽ ആ നിയമപരമായിട്ട് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇനിയും പണച്ചെലവുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, ഉദ്യോഗസ്ഥർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും. അതിലേക്കൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു ചെറിയ കുപ്പി കാരണം എത്തിയിരിക്കുന്നത്. ഹരി, 25 വർഷക്കാലം MLA ആയിരുന്ന ഒരു വ്യക്തിയെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് ശരിയേത് ശരികേടെന്ന് പറയാനൊന്നും നമ്മളാളല്ല. പക്ഷേ ഒരു കാര്യം, ചില കാര്യങ്ങൾ ഇനിയിപ്പോൾ ഈ സർക്കാരിൻ്റെ കാലാവധി എത്ര, 6 മാസം തികച്ചില്ല അല്ലേ, 6 മാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് ഒരു സൂപ്പർ പവറായി എത്തി ഒരു മറിമായം പോലെ എല്ലാം ശരിയാക്കി കളയാമെന്ന് വിചാരിച്ചാലും അത് മൗഢ്യമാണ്. കാരണം അദ്ദേഹം എന്താണ് ഇന്നലെ ഹോൺ മുഴക്കുന്ന ഒരു നടപടി ഞാൻ പറഞ്ഞല്ലോ. കാരണം അതിനൊക്കെ ചിട്ടവട്ടങ്ങളുണ്ട് ഓരോ കാര്യത്തിനും. അദ്ദേഹത്തിന് ഇതാ കണ്ടുടനെ ആ വ്യക്തിയുടെ പെർമിറ്റ് അങ്ങ് കട്ട് ചെയ്തേരെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമല്ല കാര്യങ്ങളെ സമീപിക്കേണ്ടത്. അപ്പോൾ മന്ത്രിക്ക് ചില കാര്യങ്ങളിൽ പിഴവ് പറ്റുന്നുണ്ടോ? കോടതി ഇക്കാര്യത്തെ, അതായത് ഈ ഇദ്ദേഹത്തിൻ്റെ ഹർജിയാണ്, നടപടിക്ക് വിധേയനായ വ്യക്തിയുടെ ഹർജിയാണ്, അവിടെ ഒരു മനുഷ്യാവകാശ പ്രശ്നമടക്കമുണ്ട്. ഇതൊക്കെ കാണാതെ പോയത് മന്ത്രിയെ സംബന്ധിച്ചോളം അതൊരു ശരികേട് അല്ലെങ്കിൽ ഒരു പിഴവ് പറ്റിയിട്ടുണ്ടോ? പ്രജീഷ് ഇപ്പോൾ ചോദിച്ചില്ലേ, നമ്മൾ ആളല്ല എന്ന്. അതായത് മന്ത്രിയെ ശരിയേത് തെറ്റേന്ന് മന്ത്രിയെ പഠിപ്പിക്കാൻ ആളല്ല എന്ന് പറഞ്ഞല്ലോ. അല്ല, നമ്മുടെ ഒരു സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തത്. അത് ശരിയാണെങ്കിൽ ശരിയെന്ന് പറയുന്നുണ്ട്. ഇന്നലെ ഈ സമയത്തല്ലേ നമ്മൾ എയർ ഹോണുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അത് മന്ത്രിയുടെ ഉദ്ദേശം നല്ലതായിരുന്നു എന്ന് അന്ന് ഇതേ വിഷയം തന്നെ ഇതിൽ മന്ത്രി കുറച്ച് അധികമായി പോയി അന്നത്തെ ആ പെർഫോമൻസ്. മാത്രമല്ല മന്ത്രി കാര്യമായി നമ്മളെ വിമർശിക്കുന്നുണ്ട്. അന്ന് മാതൃഭൂമിയുടെ കൊല്ലത്തെ സ്ട്രിങ്ങർ ആ വിഷ്വൽ ഫോണിലെടുത്തു എന്നും പറഞ്ഞ് പൊതുവേദിയിൽ, എനിക്ക് തോന്നുന്നു സ്റ്റെഫിൻ ഒരു പരിപാടിക്ക് പോയപ്പോൾ ആ വേദിയിലും പേറുക്കട മോട്ടോർ വാഹന വകുപ്പ് വാഹനങ്ങളുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങിൽ ഞാൻ പോയപ്പോൾ ആ വേദിയിലും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം, ഇത് മന്ത്രിയുടെ ഷോ ആണെന്നൊക്കെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. നമ്മൾ അത് എന്താണ് അവിടെ പറഞ്ഞത്? അങ്ങനെ ഒരു സംഭവം, ആ പരിശോധന വേണം. പ്ലാസ്റ്റിക് കുപ്പി ഇടുന്നതിനെയൊന്നും നമ്മൾ അനുകൂലിക്കുന്നൊന്നുമില്ല. പക്ഷേ അത് കൃത്യമായ രീതിയിൽ അത് കൈകാര്യം ചെയ്യാമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു.
പ്രജീഷ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹോൺ മുഴക്കി വണ്ടി വന്ന പെർമിറ്റ് അങ്ങ് കട്ട് ചെയ്തേരെ എന്ന് പറയുന്നല്ലോ. അത് എന്താണ് നടന്നത്, കാര്യങ്ങൾ ഇതിപ്പോ വിശദമായി നമ്മളെ പരിശോധിച്ച് പൊതുവേദിയിൽ അന്വേഷിച്ചൊക്കെ വേണ്ടേ? വിമർശിക്കുന്നുണ്ട്. ഇപ്പൊ കോടതിയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഇത് വന്നേക്കുന്നത്. അപ്പൊ ഇനി അങ്ങനെ ഒരു വിമർശനം വരുമോ? അതായത് ചുവരില്ലാതെ ചിത്രം വരയ്ക്കുന്നു, അതായത് ആനയുണ്ട് തോട്ടിയില്ല എന്നൊക്കെ പറയുന്ന ആലങ്കാരികമായിട്ട് മന്ത്രി ചില കാര്യങ്ങളൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമുക്കെന്താണ് വേണ്ടത്? നല്ല യാത്ര ചെയ്യണം, ഉണ്ടാകണം. അതിന് വേണ്ടുന്ന KSRTC പരുവപ്പെടുത്തുക. പഴയ ഒരു ഗരിമ നമ്മളൊക്കെ അറിയാമല്ലോ, ഗൃഹാതിഥികളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ KSRTC നമ്മുടെ ഗ്രാമങ്ങളിലൂടെയൊക്കെ പോയ വഴികളൊക്കെ, അപ്പൊ ആ വഴികളിലേക്കൊക്കെ എത്തണം. അതെ, പിന്നെ മാത്രമല്ല KSRTC ബസ്സുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൈറ്റിൽ പോകുന്ന ഫീൽ, മീൻസ് പറന്നു പോകുന്നല്ല, അവിടുത്തെ സൗകര്യങ്ങൾ, ആ ബസ്സിനുള്ളിലെ സൗകര്യങ്ങൾ ആ രീതിയിലൊക്കെ ആക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നല്ല കാര്യമല്ലേ? അപ്പോൾ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ഒരു വശത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. എവിടെയൊക്കെയോ ചിലത് കുറച്ച് ഓവറായി പോകുന്നു. തീർച്ചയായും എന്തായാലും ഇക്കാര്യത്തിൽ മന്ത്രിക്ക് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയട്ടെ. കാരണം ഒരു മനുഷ്യാവകാശ പ്രശ്നം എന്ന് എടുത്തു പറയാൻ കാര്യം, ഒരു ഡ്രൈവറെ സംബന്ധിച്ചോളം അവന് ദൈനംദിനമായി കിട്ടുന്ന വരുമാനമാണ്. അപ്പോൾ ചില പരിമിതികൾ ഉണ്ടാകാം. അപ്പോൾ പൊടുന്നനെ വിശദീകരണം കേൾക്കണം, ഒരു വാണിംഗ് ഉണ്ടാവണം. അല്ലാതെ പൊടുന്നനെ ഒരു നടപടി വേണോ എന്നുള്ള കാര്യത്തിൽ മന്ത്രി കൂടി ചിന്തിക്കട്ടെ. എന്തായാലും മന്ത്രിയുടെ സതുദ്ദേശമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ എല്ലാവരുടെയും പിന്തുണ കൂടി ഉണ്ട് എന്നുകൂടി അറിയിക്കുകയാണ്.